ഞാൻ അവരുടെ തലയോട്ടിയുടെ കഷ്ണങ്ങൾ എൻ്റെ പോക്കറ്റിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. ഞാൻ രക്തത്തിൽ കുതിർന്നിരുന്നു. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ അപകടത്തിൽ പെട്ട 5 പേരെ ഞാൻ സഹായിച്ചു. അതിലൊരാൾക്ക് വേണ്ടി രക്തം കണ്ടെത്താനായി ഞാൻ നഗരം മുഴുവൻ ഓടി നടക്കുകയായിരുന്നു. ഒരു ബ്ലഡ് ബാങ്കിലും ആവശ്യമായ ബ്ലഡ് ഉണ്ടായിരുന്നില്ല. ദിവസം മുഴുവൻ ഓടിയതിനു ശേഷം ഞാൻ അയാളെ ആശുപത്രിയിലാക്കി. എല്ലാം ചെയ്ത് അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ കുളിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ പോക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ തലയോട്ടിയുടെ 3 കഷ്ണങ്ങൾ ഉള്ളത് ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ഓടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ ബാൻഡേജ് ഇട്ട് കഴിഞ്ഞു, ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന്. അടുത്ത ദിവസം മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി അദ്ദേഹം മരിച്ചു. അപ്പോഴും എൻ്റെ പോക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ തലയോട്ടിയുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് അപകട സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. റോഡിൽ ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്ന് എത്ര പേർക്കറിയാം? നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം മതി അയാൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ. എത്ര പേർക്കതറിയാം? പലർക്കും അറിയില്ല. അതൊരു സേവനമല്ല. നമ്മുടെ കൈകളിൽ ഇങ്ങനെയൊരു ഉത്തരവാദിത്വം കിട്ടുന്നത് ഒരു വലിയ വിശേഷ അധികാരമാണ്, അല്ലേ? ആ വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ കൈകളിലാണ്. അതിനെ പ്രയോജനപ്പെടുത്തുക. അതിനെ സമ്മർദ്ദമാക്കരുത്. അതൊരു വലിയ ഭാഗ്യമായി കാണുക.